അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ലോ ആയിരുന്നു. കാരണം എനിക്ക് അത്രയും എഫേർട്ട് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ചീക്കൊക്കെ ഇങ്ങനെ ഇളകുമ്പോൾ ഇവിടേക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്വെല്ലിംഗ് ആണ്. ബാക്കിൽ എക്സ്ട്രാക്ട് ചെയ്ത പോർഷനൊക്കെ അത്യാവശ്യം ഹീലായിട്ടുണ്ട്. പിന്നെ നമുക്ക് മെഡിസിൻ 5 ദിവസത്തെ കോഴ്സാണ് തന്നത്. പ്രോപ്പറായിട്ട് ഹീലിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ നാളത്തോടുകൂടി നമ്മൾ 5 ദിവസമായി അതോടെ അത് തീരും. നല്ലപോലെ വെള്ളം കുടിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പ്രേ ചെയ്യാൻ മറക്കരുത്. ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഹെഡ് ഇങ്ങനെ കുനിച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് കുറക്കണം. അത് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നത്. കിടക്കാനൊന്നും ഇപ്പോൾ പ്രശ്നമല്ല. നെക്ക് പില്ലോ യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ നെക്ക് പില്ലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈസി ആയിട്ട് സാധാരണ എല്ലാവരും കിടക്കുന്ന പോലെ തന്നെയാണ് കിടക്കുന്നത്. പുറത്തിപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. കൊള്ളണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കൊള്ളാൻ പറ്റില്ല. കാരണം എന്താ, ഇത് നനയാൻ പാടില്ല. ഇതൊരു 1 വീക്കിന് നനയാൻ പാടില്ല. ഫസ്റ്റ് വാഷ് വരുന്നത് തന്നെ 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കുളിക്കാൻ പാടില്ല. എന്നും ഷർട്ട് ഇടണം, കാരണം ടീഷർട്ട് നമുക്ക് അതിൽ കൂടെ ഊരാൻ പറ്റില്ല. ഷർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മേലും കൈയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴുകാം. ഞാനങ്ങനെ വല്ലാണ്ട് കഴുകാറില്ല. അപ്പോൾ കഴുകാം, സോപ്പൊക്കെ ഇട്ട് കഴുകാം. പക്ഷെ ഇവിടേക്ക് എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. സംഭവം ഇത്രേ ഉള്ളൂ. ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല ഒരാഴ്ചത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അടി പൊളിക്കാൻ.